So in the previous class, we learned about the applications of IR spectroscopy. Another application of IR spectroscopy is to find out whether hydrogen bonding is present, and also the distinction between two types of hydrogen bonding. If a compound having intramolecular hydrogen bonding, it will show broad bands in IR spectra, and if in a compound having intermolecular hydrogen bonding, then it will show sharp, well-defined bands. For example, orthonitrophenol shows broad bands due to intramolecular hydrogen bond, whereas paranitrophenol shows sharp bands due to intermolecular hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ IR സ്പെക്ട്ര ഉപയോഗിക്കാവുന്നതാണ്. OH ഗ്രൂപ്പ്, ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സാധാരണ 3600 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഫ്രീക്വൻസിയിലാണ് അബ്സോർപ്ഷൻ നടക്കുക. അത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അബ്സോർപ്ഷനെ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 3500 3200 സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് നീങ്ങിപ്പോവും. അപ്പൊ അതിന് നമുക്ക് ഹൈഡ്രജൻ ബോണ്ടഡ് ആൽക്കഹോൾ ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് 3600 സ്ഥാനത്ത് 3500 ഒതുങ്ങി പോവുകയാണെങ്കിൽ അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് IR സ്പെക്ട്ര പറ്റും. അത് മാത്രമല്ല, ടു ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന്റെ രണ്ടറ്റവും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തുന്നതാണ് ഇൻട്രാമോളിക്കുലർ. അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമുക്ക് ബ്രോഡ് ബാൻഡ് ആയിരിക്കും, നല്ല വീതിയുള്ള പീക്ക് ആണ് നമുക്ക് IR സ്പെക്ട്രത്തിൽ കിട്ടുക. പക്ഷെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളും വേറെ മോളിക്യൂളും നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തുന്നത്, അതാണെങ്കിൽ ഷാർപ്പ് പീക്സ് ആയിരിക്കും, നല്ല കൂർത്ത പീക്ക് ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർത്തോനൈട്രോഫിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരുന്നതുമാണ്. ഒരു തൊട്ടടുത്തായതുകൊണ്ട് അവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തും. അപ്പൊ അതിന്റെ പീക്സ് ഭയങ്കര ബ്രോഡാണ്. പക്ഷെ പാരാനൈട്രോഫിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില് ഫിനോൾ ആണെങ്കിൽ ഫസ്റ്റ് കാർബണിലെ ഫിനോൾ ഗ്രൂപ്പ് ആണെങ്കിൽ നാലാമത്തെ കാർബണിലായിരിക്കും നൈട്രോ ഗ്രൂപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇൻട്രാമോളിക്കുലർ പറ്റില്ല. അതുകൊണ്ട് ഇന്റർമോളിക്യൂൾ വേറെ മോളിക്യൂളായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തുള്ളൂ. അപ്പൊ നമുക്ക് പീക്ക് നല്ല നാരോ പീക്സ് ആയിരിക്കും കിട്ടുക. അനദർ ആപ്ലിക്കേഷൻ ഇസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആപ്ലിക്കേഷൻ. അതായത് വൈബ്രേഷണൽ സ്പെക്ട്രയുടെ വേറെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയുണ്ട് എമൗണ്ട്, ഇന്റൻസിറ്റി, അബ്സോർപ്ഷന്റെ പീക്കിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് നമുക്ക് എത്രയുണ്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. Xylene exists as a mixture of three compounds, orthoxylene, paraxylene, metaxylene, which show absorption bands at ortho 740 cm inverse, meta 880 cm inverse, para 830 cm inverse. Now, IR spectroscopy is also used for the study of chemical reaction. It is used for studying the chemical reactions. Example is reduction of 2-butanone to form 2-butanol. So 2-butanone can be reduced by lithium aluminum hydride to 2-butanol. Then there is a shift in the absorption peaks. 1710 cm inverse changes to 3300 cm inverse. Frequency, vibrational frequency shifts to this position when alcohol functional group is introduced. Now, another application of IR spectroscopy is calculation of force constant or K, the K value. All of you I have studied that new oscillation or the oscillation frequency is 1/2 pi root of K by mu, where K is the force constant and mu is the reduced mass. Reduced mass can be found out by multiplying the masses of two atoms m1 into m2 divided by m1 plus m2. We also know that new oscillation is equal to C into omega oscillation,
where omega oscillation is the wave number, or it is equal to 1 by lambda. That is, wave number is equal to omega oscillation. IR spectroscopy പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 by 2 pi root of k by mu. അപ്പൊ ഇതാണ് ന്യൂവിന്റെ ഇക്വേഷൻ. ഈ ന്യൂ ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഇൻറ്റു വേവ് നമ്പർ ആണ്. സി ഇൻറ്റു ഒമേഗ ഓസിലേഷൻ. ഒമേഗ ഓസിലേഷനെ നമ്മൾ വേവ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സി ഇൻറ്റു വേവ് നമ്പർ ആണ്. അപ്പൊ വേവ് നമ്പറിനുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂ ഓസിലേഷൻ ഡിവൈഡഡ് ബൈ സി. ഈ ഇക്വേഷനെ സി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവ് നമ്പർ അല്ലെങ്കിൽ ഒമേഗ ഓസിലേഷനുള്ള ഇക്വേഷൻ കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, വേവ് നമ്പർ അല്ലെങ്കിൽ ഒമേഗ ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 1 by 2 pi c root of k by mu. അതായത് സി വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് കേക്കുള്ള ഇക്വേഷൻ കണ്ടെത്താം. കേക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം സ്ക്വയർ ചെയ്യണം. മൊത്തം ഇക്വേഷനെ സ്ക്വയർ ചെയ്താലേ കെയുടെ ഇക്വേഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാം സ്ക്വയർ ചെയ്തു. ന്യൂ ബാർ സ്ക്വയർ ചെയ്തു. കെയുടെ ഇക്വേഷൻ എന്തോന്നു? 4 pi സ്ക്വയർ c സ്ക്വയർ ന്യൂ ബാർ സ്ക്വയർ മ്യൂ. മ്യൂ m1 m2 by m1 plus m2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4 pi സ്ക്വയർ സി സ്ക്വയർ ന്യൂ ബാർ സ്ക്വയർ, അല്ലെങ്കിൽ സി ഇൻറ്റു ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ തന്നെയാണ് അല്ലെ? സി ഇൻറ്റു ഒമേഗ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ന്യൂ സ്ക്വയർ m1 m2 by m1 plus m2. ഇനി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഇസ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി bond strength, the bond energy and the bond order. That is, K is directly proportional to the bond strength, it is directly proportional to the bond energy, and it is also directly proportional to the bond order. So K യുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ സിംഗിൾ ആണോ എന്നുള്ളതാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് എനർജി അതനുസരിച്ച് കൂടും. പക്ഷെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by ബോണ്ട് ലെങ്ത് ആണ്. അതായത് ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും. അപ്പൊ കെയുടെ വാല്യൂ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട് സ്ട്രെങ്ത് ഒക്കെ അളക്കാൻ പറ്റും. അതാണ് IR സ്പെക്ട്രോസ്കോപ്പി കൊണ്ടുള്ള വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് ചെയ്ത് നോക്കിക്കോളാം. Given that the problem is given that the fundamental vibrational frequency for HCl is 8.667 into 10 raised to 13 second inverse. 8.667 into 10 raised to 13 second inverse. Calculate the force constant of the HCl bond. Calculate the force constant of the HCl bond. H equal to 1.008 atomic mass and Cl equal to 35.45 atomic mass. Once more, let me dictate. Given that the fundamental vibrational frequency for HCl is 8.667 into 10 raised to 13 second inverse, calculate the force constant of the HCl bond. Okay, do this problem in your notebook. Okay, thank you.